ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ന്യൂ ഡ്രാമയുടെ നെക്സ്റ്റ് എപ്പിസോഡുമായിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ അധികം വെയിറ്റ് ചെയ്യാണ്ട് നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോകാം. അങ്ങനെ ലിയാങ്ങിന്റെ സിസ്റ്റർ ഹുവാനേനോ ഒന്ന് നോക്കും. അല്ല ഹുവാന, നീ എന്താ ഇവിടെ നിൽക്കുന്നത്? പോയി കുറച്ച് ഫുഡൊക്കെ ഓർഡർ ചെയ്തുകൊണ്ട് വാ, ക്യാഷ് ഞങ്ങൾ കൊടുത്തോളാന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ ഹുവാനക്കും ലിയാങ്ങിന്റെ സിസ്റ്റർ വേണോന്ന് വെച്ച് പറയുന്നതാണെന്നൊക്കെ മനസ്സിലാകും. പിന്നെ വേറെ നിവർത്തിയില്ലാണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും. ഇത് കാണുമ്പോൾ ലിയാങ്ങും കൂടെ തന്നെ ഇറങ്ങും. നീ എന്തായാലും എന്റെ ചേച്ചി പറയുന്നതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട. അവളിപ്പോ പ്രഗ്നന്റ് ആയിട്ട് ഇരിക്കുവല്ലേ, അതിന്റെ പ്രോബ്ലങ്ങളാണെന്നും പറഞ്ഞിട്ട് പുള്ളിക്കാരനൊന്ന് ഹാൻഡിൽ ചെയ്യും. അതൊന്നും കുഴപ്പമില്ല എന്നും പറഞ്ഞ് ഹുവാനയും നിൽക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ ഫുഡൊക്കെ എത്തും. അപ്പോ ഹുവാനയുടെ അച്ഛനും ചാടി എഴുന്നേൽക്കും. ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും വലിയ ഹോട്ടല് ബുക്ക് ചെയ്തതെന്ന് ഞങ്ങൾക്കറിയാം. നിങ്ങൾ ഞങ്ങളോട് കാണിക്കുന്ന അതേ മര്യാദ ഞങ്ങളും നിങ്ങളോട് കാണിക്കണ്ടേ? അതുകൊണ്ട് തന്നെ നമുക്ക് വൈൻ കുടിച്ച് സ്റ്റാർട്ട് ചെയ്യാന്നും പറഞ്ഞ് ഒരു ഗ്ലാസ് വൈൻ എടുത്ത് മടമട അങ്ങോട്ട് കുടിക്കും. ഇത് കാണുമ്പോൾ ഹുവാനയ്ക്കും ഹുവാനയുടെ അമ്മക്കും എന്തുപോലെ ആവുന്നുണ്ട്. അപ്പൊ വീണ്ടും അച്ഛൻ, എന്റെ മോള് നല്ല കുട്ടിയാണ്, നിങ്ങൾ അവളെ നന്നായിട്ട് നോക്കണം. ഇത് ദേ ലിയാങ്ങിന്റെ അമ്മക്ക് വേണ്ടി ഒഴിക്കുന്ന വൈനാണെന്നും പറഞ്ഞിട്ട് ഒരു ഗ്ലാസ് വൈൻ എടുത്ത് ലിയാങ്ങിന്റെ അമ്മയുടെ കയ്യിലേക്ക് കൊടുക്കും. അമ്മയും ഒരു സിപ്പ് എടുക്കുമ്പോ ഹുവാനയുടെ അച്ഛൻ വീണ്ടും ആ വൈൻ എടുത്ത് മടമടന്ന് കുടിച്ചു തീർക്കും. ഇത് കാണുമ്പോൾ ലിയാങ്ങിന്റെ സിസ്റ്ററിന് ഇഷ്ടപ്പെടില്ല. എന്ത് ലോക്കൽ ആളുകളാണ് ഇവര്, ലോക്കൽ ബിഹേവിയർ ആണെന്നും പറഞ്ഞ് ഒന്ന് അറച്ചൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പൊ തന്നെ ഹുവാനയുടെ അമ്മ അച്ഛനെ പിടിച്ചെടുത്ത്, സോറി, ഞങ്ങൾ കുറച്ച് ലോക്കൽ ആളുകളാണ്, എന്തൊക്കെ വന്നാലും ഹുവാന ഇപ്പോ നിങ്ങളുടെ വീട്ടിലേക്ക് വരാൻ പോവാണ്, നിങ്ങളപ്പോ ഹുവാനേന സ്വന്തം മകളെ പോലെ കാണണോന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ ലിയാങ്ങിന്റെ അമ്മയും അത്രക്കൊക്കെ വേണോന്നുള്ള റിയാക്ഷന് കിട്ട് ആഹാ ഞാൻ കണ്ടോളാന്ന് പറയും. അപ്പൊ തന്നെ ലിയാങ് ചാടി എഴുന്നേൽക്കും. ഞാൻ എന്തായാലും ഹുവാനേന നല്ല രീതിയിൽ നോക്കും, ലൈഫ് ലോങ് ഹാപ്പി ആയിട്ട് ഞാൻ അവളെ കൊണ്ടുപോകും, അത് എന്റെ വക ഉറപ്പാണെന്നും പറഞ്ഞിട്ട് ഒരു ഗ്ലാസ് വൈൻ എടുത്ത് കുടിക്കും. അപ്പൊ ഹുവാനയുടെ ഫാദർ വീണ്ടും ഒരു ഗ്ലാസ് വൈൻ എടുത്ത് പെട്ടെന്ന് തന്നെ കുടിച്ചു തീർക്കും. ഹലോ അങ്കിൾ, നിങ്ങൾക്ക് മാനേഴ്സ് എന്താണെന്ന് അറിയില്ലേ? ഇത് നിങ്ങൾക്ക് കിട്ടുന്ന പോലെയുള്ള ലോക്കൽ ഡ്രിങ്ക് ഒന്നുമല്ല, ഇതേ കോസ്റ്റ്ലി വൈനാണ്. അപ്പോ സിപ്പ് ചെയ്ത് വേണം കുടിക്കാനെന്ന് പറയും. അപ്പൊ തന്നെ ഹുവാനയുടെ അമ്മ, എന്തൊക്കെ വന്നാലും മോളെ, നിന്നേലും മൂത്ത ഒരാളല്ലേ, അപ്പോ മുതിർന്ന ഒരാളുടെ അടുത്ത് നല്ല രീതിക്ക് പെരുമാറണ്ടേ, ഇങ്ങനെയൊക്കെയാണോ പെരുമാറുന്നതെന്ന് ഇങ്ങനെ ചോദിക്കും. ഹലോ ആന്റി, നിങ്ങൾ ഏത് കാലത്താണ് ജീവിക്കുന്നത്? ഞങ്ങളുടെയൊക്കെ ഫാമിലിയിൽ ആര് തെറ്റ് ചെയ്താലും അതെടുത്ത് പറഞ്ഞു കൊടുക്കും, അല്ലാണ്ട് മുതിർന്നവര് പറയുന്നത് മാത്രമാണ് ശരിയെന്ന് പറഞ്ഞ് ഫോളോ ചെയ്ത് പോവാറൊന്നുമില്ല എന്ന് പറയും. ആ ടൈമിന് ഒരു ഫിഷിന്റെ ഡിഷ് വരും. അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ഹുവാനയുടെ ഫാദറിന്റെ തൊണ്ടയിൽ ഒരു മുള്ളു കൊണ്ട് വല്ലാണ്ടൊന്ന് ചുമക്കാനായിട്ട് തുടങ്ങും. ഇത് കാണുമ്പോൾ ലിയാങ്ങിന്റെ സിസ്റ്ററിന് ഒട്ടും തന്നെ ഇഷ്ടപ്പെടില്ല. അങ്കിൾ, ഇതേ കോസ്റ്റ്ലി ആയിട്ടുള്ള ഫിഷാണ്, അപ്പൊ നിങ്ങൾ ഇങ്ങനെ വാരി വലിച്ച് കഴിക്കാനൊന്നും പാടില്ല, ഇതൊക്കെ കഴിക്കേണ്ട ഒരു രീതിയുണ്ട്, നിങ്ങൾക്ക് അറിയാൻ പാടില്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാന്നും പറഞ്ഞ് പുള്ളിക്കാരി ചോപ്സ്റ്റിക്ക് കൊണ്ട് പിച്ചയൊക്കെ കാണിച്ചു കൊടുക്കും. അതിനുശേഷം വാൽഭാഗം, അതും ഒന്നുമില്ലാത്ത വാൽഭാഗം ഹുവാനയുടെ അമ്മയുടെ ഫ്രണ്ടിലേക്ക് തള്ളിവെക്കും. ആന്റി, ഈ ഭാഗം നിങ്ങൾ കഴിച്ചോ, ഇതിലുള്ള മാംസം ഞാൻ കഴിച്ചിട്ടുണ്ട്, ഇതില് ഒരുപാട് മിനറൽസ് ഉണ്ടെന്ന് പറയും. ഇത് കാണുമ്പോൾ ഹുവാനയുടെ അമ്മക്കും വേണോന്ന് വെച്ച് അപമാനിക്കാനായിട്ട് ചെയ്യുന്നതാണെന്ന് മനസ്സിലാകും. അത് കഴിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഹുവാന ഇടക്ക് കയറും. എന്തായാലും ആ വാൽഭാഗം ഞാൻ കഴിച്ചോളാം, ഈ ഫിഷ് ഒക്കെ ഉണ്ടല്ലോ നീന്താനായിട്ട് യൂസ് ചെയ്യുന്നത് വാൽഭാഗമാണ്, അപ്പൊ അവിടെയുള്ള മാംസത്തിന് കൂടുതൽ സ്ട്രെങ്ത് ഉണ്ടാകും, അത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആണ്, ഞാൻ എന്തായാലും അത് കഴിച്ചോളാന്നും പറഞ്ഞ് എടുക്കാനായിട്ട് പോകും. അപ്പൊ തന്നെ ഷാ ഇടക്ക് കയറി, എനിക്ക് ഈ ഒരു ഭാഗം ഭയങ്കര ഇഷ്ടമാണെന്നും പറഞ്ഞിട്ട് പുള്ളിക്കാരൻ അത് വാങ്ങി വെക്കും. തന്റെ ചേച്ചി വേണോന്ന് വെച്ച് ഇവരെ അപമാനിക്കുവാണെന്ന് മനസ്സിലായിട്ട് പോലും ലിയാങ് ആണെങ്കിലോ ഇതിനെതിരെ പ്രതികരിക്കാണ്ട് ഒന്നും മിണ്ടാണ്ട് നിൽക്കുവാണ്. അതിനിടയിൽ ഹുവാനയുടെ അമ്മ മാരേജിന്റെ കാര്യം എടുത്തിടും. മാരേജിന്റെ ഡേറ്റ് എപ്പോ ഫിക്സ് ചെയ്യാനായിട്ടാണ് ഉദ്ദേശിച്ചെന്ന് ഇങ്ങനെ ചോദിക്കും. അതൊക്കെ നമ്മുടെ മക്കളല്ലേ തീരുമാനിക്കുന്നത്, അവര് തീരുമാനിക്കട്ടെ, എന്നിട്ട് നമുക്ക് ഫിക്സ് ചെയ്യാന്ന് പറയും. അയ്യോ അത് ശരിയാവില്ല, എന്റെയും എന്റെ ഹസ്ബൻഡിന്റെയും റിലേറ്റീവ്സ് ഒക്കെ ഗ്രാമത്തിലാണ് ഉള്ളത്, അവരൊക്കെ ഇങ്ങോട്ടേക്ക് വരണ്ടേ, അവരെല്ലാവരും മാരേജിൽ പങ്കെടുക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം എന്നും പറഞ്ഞിട്ട് പുള്ളിക്കാരി ഒരുപാട് ലിസ്റ്റ് അങ്ങാടിടും. ഇത് കേൾക്കുമ്പോൾ ലിയാങ്ങും, ആന്റി, എനിക്ക് ഇങ്ങനെ വലിയൊരു ഹോട്ടലില് മാരേജ് ഫംഗ്ഷൻ ഒക്കെ വെച്ച് എല്ലാവരും എന്നെ ഇങ്ങനെ നോക്കുന്നതൊക്കെ കാണുന്നത് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ഞാനും ഹുവാനയും ഒരു പിക്നിക്കിനൊക്കെ പോയിട്ട് അവിടെ എവിടെയെങ്കിലും രജിസ്റ്റർ ചെയ്തിട്ട് വരാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് പറയും. ഇല്ല മോനെ, അതൊന്നും പറ്റില്ല എന്നും പറഞ്ഞിട്ട് അമ്മയാണെങ്കിലും അങ്ങോട്ട് തുടങ്ങും. ആ ടൈമിനാണ് മിങ്ങും ഹുവാനയൊക്കെ ഉള്ള ആ ഒരു ഹോട്ടലിലേക്ക് വരുന്നത്. അതും ഹുവാനയൊക്കെ ഏത് റൂമിലാണ് ഇരിക്കുന്നതെന്ന് റിസപ്ഷനിൽ ചോദിച്ചിട്ട് അതേ സ്ഥലത്തേക്ക് തന്നെ നടന്നു വരും. അകത്താണെങ്കിലോ അതേ ടൈം ലിയാങ്ങിന്റെ സിസ്റ്റർ സംസാരിക്കാനായിട്ട് തുടങ്ങും. അതേ ആന്റി, ഞങ്ങളുടെ മാരേജ് എന്ന് പറയുന്നത് ഇത്തിരി കോസ്റ്റ്ലി ആണ്, മാരേജിന്റെ ഡ്രസ്സ്, മാരേജിന്റെ ചെലവ്, ഇതെല്ലാം എന്റെ പാരന്റ്സ് ആണ് നോക്കിയെന്ന് പറയും. അപ്പൊ
തന്നെ ഹുവാനയുടെ അമ്മയും എന്തായാലും ഞങ്ങൾക്കൊരു 6-7 ടേബിൾ വേണ്ടി വരും. ഞങ്ങളുടെ ഗ്രാമത്തിലുള്ള റിലേറ്റീവ്സും അതേപോലെ എന്റെ കൂടെ ഡാൻസ് കളിക്കുന്ന പെൺകുട്ടികളും എല്ലാം കൂടി 7 ടേബിൾ കാണും. അതിന്റെ ക്യാഷ് എന്തായാലും ഞങ്ങൾ തന്നേക്കാം. അതിൽ കൂടുതലാവുകയാണെങ്കിൽ അപ്പൊ നമുക്ക് നോക്കാൻ പറയും. എന്താ ആന്റി നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഞങ്ങളുടെ ഫാമിലി ഇത്തിരി റിച്ച് ആയിട്ടുള്ളതാണ്. അപ്പോ ഞങ്ങളെക്കാൾ റിച്ച് ആയിട്ടുള്ള ആളുകളായിരിക്കും ഗസ്റ്റ് ആയിട്ട് വരുന്നത്. അങ്ങനെയുള്ളപ്പോ നിങ്ങളുടെ കൂടെ ഡാൻസ് കളിക്കുന്ന പെൺകുട്ടികളെയൊക്കെ ഗസ്റ്റ് ആയിട്ട് വിളിക്കുന്നത് എന്തൊരു അപമാനമാണെന്ന് പറയും. എന്താ ചേച്ചി ഈ സംസാരിക്കുന്നത്? ഒന്നും മിണ്ടാണ്ടിരിക്കുന്നു പറഞ്ഞ് ലിയാങ് അവിടെ നിന്ന് സംസാരിക്കുന്നൊക്കെ ഉണ്ട്. അതേ ടൈമിനാണ് മിങ്ങും ഇവരുടെ റൂമിലേക്ക് വാതിൽ തുറന്ന് കയറാനായിട്ട് പോകുന്നത്. അതേ ടൈം തന്നെ ഹുവാനയുടെ അമ്മയുടെ ക്ഷമയെല്ലാം കെട്ട് പൊട്ടിത്തെറിക്കാനായിട്ട് തുടങ്ങും. നീ ഇങ്ങോട്ടേക്ക് വന്നപ്പോ മുതല് ഞാൻ നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. ചെറിയൊരു പെൺകുട്ടിയാണല്ലോ എന്ന് വിചാരിച്ചാണ് ഞാനൊന്നും പറയാണ്ടിരുന്നത്. അതും പറഞ്ഞ് മറ്റുള്ളവരെ മര്യാദയില്ലാണ്ട് സംസാരിക്കാൻ പാടില്ല എന്ന് പറയും. ഇത് കേൾക്കുമ്പോ ഹുവാനയ്ക്കും എന്തോ ഒരു പ്രോബ്ലം നടക്കാൻ പോവാണെന്ന് മനസ്സിലാകും. ആ ടൈമിന് ലിയാങ് ചാടി എഴുന്നേക്കും. എന്തായാലും ആന്റി അവളോട് ക്ഷമിക്കണം. അവള് പ്രഗ്നന്റ് ആണ്. അതിന്റെ മൂഡ് സ്വിങ്സ് ഒക്കെ അവൾക്കുണ്ടാകും. അതുമല്ലാണ്ട് ആന്റിയൊക്കെ പറയുന്ന റിലേറ്റീവ്സിന്റെ കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് തന്നെ എന്തോ പോലെയുണ്ട്. അതുകൊണ്ട് അധികം പേരെയൊന്നും വേണ്ട. റോട്ടിലൊന്നും ഡാൻസ് കളിക്കുന്ന ആളുകളെയൊന്നും ഗസ്റ്റ് ആയിട്ട് വിളിക്കേണ്ടെന്ന് പറയും. അപ്പൊ തന്നെ ഹുവാനയും എന്താണ് നീ പറയുന്നത്? റോട്ടിൽ ഡാൻസ് കളിക്കുന്നവരെയൊന്നും ഗസ്റ്റ് ആയിട്ട് വിളിക്കാൻ പാടില്ലേ? അവരും മനുഷ്യർ തന്നെയല്ലേ? നീ അപ്പൊ പറഞ്ഞു വരുന്നത് റിച്ചായവർക്ക് ഒരു റൂള്, പാവപ്പെട്ടവർക്ക് ഒരു റൂൾ, അങ്ങനെയാണോ? ഞാനേ ആദ്യമൊക്കെ വിചാരിച്ചിരുന്നത് റിച്ചായിട്ടുള്ള ഒരാളെയും മാരേജ് ചെയ്യരുത് എന്നാണ്. എന്നിട്ടും നീ എന്റെ പുറകെ വന്ന് കെഞ്ചിയാണ് എന്നെ കൊണ്ട് സമ്മതിപ്പിച്ചത്. എന്നിട്ട് വന്നപ്പോ മുതലേ എന്റെ ഫാമിലിയിൽ ഇരുത്തി നിങ്ങൾ ഇങ്ങനെ അപമാനിച്ചോണ്ടിരിക്കാണ്. ഇതൊക്കെ ഞാനിനി എത്ര നേരം നോക്കിക്കൊണ്ടിരിക്കുമെന്നും പറഞ്ഞ് ഹുവാനയും ഭയങ്കരമായിട്ട് ചൂടാകും. അതേ ടൈമിങ്ങും പുറത്തുനിന്ന് ഇതെല്ലാം കേൾക്കുന്നൊക്കെ ഉണ്ട്. സാധാരണ ഒരു ഡിന്നർ ആയിരിക്കുമെന്ന് വിചാരിച്ചാണ് ഞാൻ എന്റെ ഫാമിലിയെയും കൂട്ടി ഇങ്ങോട്ടേക്ക് വന്നത്. പക്ഷെ ഇതിനി മുന്നോട്ട് പോവില്ല. ഞാൻ എന്റെ റിലേഷൻഷിപ്പ് ഇവിടെ വെച്ച് ബ്രേക്ക് ചെയ്യുവാണെന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ ലിയാങ്ങിന്റെ സിസ്റ്റർ ആണെങ്കിലോ ഞാൻ പറഞ്ഞതല്ലേ അമ്മ ഇത്രയും ലോക്കൽ ആളുകളുമായിട്ട് ഒരു ബന്ധവും വെക്കണ്ടെന്ന്. അവളുടെ സംസാരം കേട്ടില്ലേ? ഒരു കൂതറേനെ പോലെ ഉണ്ടെന്ന് പറയും. ഇത് കേൾക്കുമ്പോ അമ്മ ചാടി കഴിഞ്ഞേക്കും. എന്ത് എന്റെ മകളെ നോക്കിയാണോ നീയൊക്കെ കൂതറയെന്ന് പറയുന്നത്? എന്റെ മകളുടെ ക്യാരക്ടർ ഉണ്ടല്ലോ അത്രയ്ക്കും നല്ലതാണ്. എന്റെ മകള് നിങ്ങളുടെ വീട്ടിലേക്ക് വന്ന് കയറണമെങ്കിൽ നിങ്ങൾ ഭാഗ്യം ചെയ്തിരിക്കണോന്നും പറഞ്ഞ് ഭയങ്കരമായിട്ട് ഒച്ച വെക്കും. അയ്യമ്മ ഞാൻ പറഞ്ഞതല്ലേ ഇത്രയ്ക്കും ലോക്കൽ ആളുകളുമായിട്ട് ഒരു ബന്ധവും വെക്കണ്ടെന്ന്. ഈ തള്ള സംസാരിക്കുന്നത് കേട്ടോ? സ്ട്രീറ്റിലുള്ള പൈപ്പിൻ ചോട്ടിലൊക്കെ വെള്ളം മേടിക്കാൻ നിൽക്കുന്ന സ്ത്രീകളെ പോലെയാണെന്ന് പറയും. ഇത് കേൾക്കുമ്പോ വീണ്ടും ഹുവാനയുടെ അമ്മ പൊട്ടിത്തെറിക്കും. എന്താ നീയൊക്കെ ഈ പറയുന്നത്? ഞാൻ ഇതിരി ഒച്ച വെച്ചാണ് സംസാരിക്കുന്നതെങ്കിലും മര്യാദ തന്നാണ് സംസാരിക്കുന്നതെന്ന് പറയും. അപ്പൊ തന്നെ ഹുവാനയും ചാടി കഴിഞ്ഞിട്ട് വേണ്ട ഇനിയൊരു സംസാരം ഇവിടെ വേണ്ട, നമുക്ക് ഇവിടെ നിന്ന് പോവാന്ന് പറഞ്ഞ് 4 പേരും കൂടി ഇറങ്ങും. ലിയാങ് ആണെങ്കിൽ പുറകെ ചെന്ന് ഹുവാന ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്, ഞാൻ പറയുന്നതൊന്ന് കേൾക്കെന്നും പറഞ്ഞ് പുറകെ തന്നെ നടക്കും. അവസാനം ഹുവാനയും അച്ഛമ്മ നിങ്ങൾ എന്തായാലും മുന്നോട്ട് നടന്നോ, ഞാനൊന്ന് ലിയാങ്ങുമായിട്ട് സംസാരിച്ചിട്ട് വരാന്ന് പറയും. അങ്ങനെ ലിയാങ്ങുമായിട്ട് മാറി നിന്ന് ഹുവാനയും സംസാരിക്കാനായിട്ട് തുടങ്ങും. ആദ്യം മുതലേ ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. പോട്ടെ പോട്ടെ സോറി എന്നല്ലാണ്ട് വേറൊരു കാര്യവും നിന്റെ വായിൽ നിന്ന് വരുന്നില്ല. ഞങ്ങൾ വന്ന ടൈം മുതൽ നിന്റെ വീട്ടുകാരെ ഞങ്ങളെ ഭയങ്കരമായിട്ട് അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ക്യാഷ് ഉള്ളവരാണ്, അതൊക്കെ ഓക്കെ, അതൊക്കെ നല്ലതാണ്. പക്ഷെ അതും പറഞ്ഞ് ഞങ്ങളെ ഇങ്ങനെ അപമാനിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണ്? എന്തായാലും രണ്ടുപേരെയും ഈക്വൽ ആയിട്ട് കാണാനായിട്ട് പറ്റുമെങ്കിൽ മാത്രം നമുക്ക് ഇതിനെപ്പറ്റി സംസാരിക്കാം. അല്ലെങ്കിൽ എനിക്കൊന്നും സംസാരിക്കാനില്ല എന്നും പറഞ്ഞ് ഭയങ്കര ദേഷ്യത്തില് പോവാനായിട്ട് നിൽക്കും. ആ ടൈമിനാണ് അവിടെയുള്ള ഒരു റിസപ്ഷനിസ്റ്റ് ഹീറോയിന്റെ അടുത്തേക്ക് ഒരു ഗിഫ്റ്റുമായിട്ട് വരുന്നത്. ഒരാളെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നിട്ട് പോയതാന്ന് പറയും. അതിൽ തുറന്നു നോക്കുമ്പോൾ കോസ്റ്റ്ലി ആയിട്ടുള്ള ആ ഒരു വാച്ചാണ്. അതില് മിങ്ങാണ് തന്നിരിക്കുന്നതെന്നും പറഞ്ഞ് പേരും എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ ഈ അങ്ങ് കണ്ട് ഇവൻ എന്തിനാണ് നിനക്ക് ഇത്രയ്ക്കും കോസ്റ്റ്ലി ആയിട്ടുള്ള ഗിഫ്റ്റ് തന്നേന്ന് ഇങ്ങനെ ചോദിക്കും. അതെനിക്കും അറിയാൻ പാടില്ല എന്നും പറഞ്ഞ് ഹുവാന ആ ഗിഫ്റ്റുമായിട്ട് പുറത്തേക്ക് ഇറങ്ങും. അതേ ടൈമിൽ ലിയാങ് അകത്തേക്ക് കയറി ചെന്ന് എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ എന്റെ ലൈഫ് വെച്ച് കളിക്കുന്നത്? മര്യാദക്ക് ഒരു ഡിന്നർ പോലും ഒരുമിച്ചിരുന്ന് കഴിക്കാനായിട്ട് പറ്റില്ലെന്നും പറഞ്ഞ് ഭയങ്കരമായിട്ട് ഒച്ച വെക്കും. മോനെ നിനക്ക് ഈ മാരേജ് വേണോ? ഈ ഫാമിലി അത്രയ്ക്കും കൊള്ളില്ല. എന്തായാലും ഇത് നീ റീതിങ്ക് ചെയ്യുമെന്നും പറഞ്ഞ് അമ്മയും അവിടെ നിന്ന് ഇറങ്ങി പോകും. അതേ ടൈം ഹുവാനയാണെങ്കിലോ മിങ്ങിന് കോള് ചെയ്യും. എന്തിനാണ് എനിക്ക് ഇങ്ങനെ ഒരു കോസ്റ്റ്ലി ആയിട്ടുള്ള ഗിഫ്റ്റ് തന്നേന്ന് ഇങ്ങനെ ചോദിക്കും. അയ്യോ ഈ ഗിഫ്റ്റ് ഞാൻ തന്നതല്ല, ഷാനയുണ്ടല്ലോ നമ്മുടെ ബോസ് ലേഡി, അവര് നിനക്കായിട്ട് തന്നതാണ്. എന്തായാലും നീ ആ ഗിഫ്റ്റ് ഒന്ന് തുറന്നു നോക്ക്, അതിന്റെ ക്വാളിറ്റി നീ മനസ്സിലാക്ക്. നിനക്കും അതിനേലും ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട്. പാവപ്പെട്ട കുടുംബത്തിലാണ് ജനിച്ചതെന്നും പറഞ്ഞ് ആരുടെയും അടിമയായിട്ട് ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നും പറഞ്ഞ് മിങ് കോള് കട്ട് ചെയ്യും. അപ്പോ ഇവിടെ നടന്നതെല്ലാം മിങ് അറിഞ്ഞിട്ടുണ്ടല്ലേ എന്നും പറഞ്ഞ് ഹുവാനയും അവിടെ നിന്ന് നടന്നു പോകും. അതേ ടൈമിൽ ലിയാങ്ങും അമ്മയും കൂടി കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാടാ നീ അവിടെ വെച്ച് വിളിച്ചു പറഞ്ഞത്? നിന്റെ ചേച്ചി ഉണ്ടല്ലോ അത് കേട്ട് നമ്മുടെ കൂടെ വരാണ്ട് ഒറ്റക്കാ പോയത്. എന്തിനാ നീ അങ്ങനെയൊക്കെ ചെയ്തേന്ന് ചോദിക്കും.
ചോദിക്കും. അമ്മ, നിങ്ങൾക്ക് ഹുവാനിനെ പറ്റി അറിയാഞ്ഞിട്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അത്രയ്ക്ക് നല്ല പെൺകുട്ടിയാണ് അവള്. ഇപ്പതേ അവളുടെ ബോസ് ഉണ്ടല്ലോ, അവൾക്ക് കോസ്റ്റ്ലി ആയിട്ടുള്ള ഗിഫ്റ്റ് കൊടുത്തു. അതെന്തിനാണെന്ന് എനിക്കൊരു പിടിയും കിട്ടിയിട്ടില്ല എന്നും പറഞ്ഞ് ഭയങ്കര സങ്കടത്തില് കാറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതേ ടൈം ഹുവാനയുടെ അമ്മയൊക്കെ വീട്ടിലേക്ക് എത്തും. എന്നാലും അമ്മയ്ക്ക് അതിന്റെ ദേഷ്യമൊന്നും മാറിയിട്ടില്ല. ഭയങ്കരമായിട്ട് അവരെയൊക്കെ ചീത്ത പറഞ്ഞ് പുലമ്പാനായിട്ട് തുടങ്ങും. ആ ടൈമിനാണ് ഷാവു അടുത്തേക്ക് വരുന്നത്. അമ്മ, അതെല്ലാം വീട്, കുറച്ച് കഴിയുമ്പോൾ എല്ലാം ഓക്കെ ആവും എന്ന് പറയും. അപ്പൊ തന്നെ അമ്മ ഷാവിനെ പിടിച്ചിരുത്തി, മോനെ, നീ എത്രയും പെട്ടെന്ന് നല്ലൊരു ജോബിലേക്ക് കയറണം, എന്നിട്ട് പ്രൊമോഷനൊക്കെ വാങ്ങി വാങ്ങി നീ ഒരു നല്ല സ്റ്റാറ്റസിലേക്ക് എത്തണം, എല്ലാവരെയും ഒന്ന് കാണിച്ചു കൊടുക്കണമെന്നും പറഞ്ഞിട്ട് പാവം ആ പയ്യനെ പിടിച്ചിരുത്തി അമ്മ ഇങ്ങനെ പൊലമ്പിക്കൊണ്ടിരിക്കും. ഇത് കാണുന്ന അച്ഛനും, ഓ, ഏതെങ്കിലും ഒരു മക്കളാ അവള് പ്രഷർ ചെയ്യാണ്ട് വിടില്ല എന്നും പറഞ്ഞ് ഭയങ്കര ദേഷ്യത്തിൽ പുറത്തേക്ക് ഇറങ്ങി പോകും. ആ ടൈമിനാണ് ഹുവാന അകത്തേക്ക് കയറി വരുന്നത്. എന്തായാലും ലിയാങ്ങിന്റെ അടുത്ത് സംസാരിച്ചിട്ട് അവൻ എന്ത് പറഞ്ഞു എന്ന് ഇങ്ങനെ ചോദിക്കും. അമ്മ, ഇനി ഈ മാരേജിന്റെ സംസാരം ഇവിടെ വെച്ച് നിർത്തുന്നതായിരിക്കും നല്ലത്. ഇതെന്തോ ശരിയാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയും. എന്താണ് നീ പറയുന്നത്? എന്തായാലും ലിയാങ് നിന്നെ നല്ല രീതിക്കല്ലേ നോക്കുന്നത്. നീ മാരേജ് ചെയ്യാൻ പോകുന്നത് അവന്റെ റിലേറ്റീവ്സിനെ അല്ലല്ലോ, അവനെയല്ലേ. അതുകൊണ്ട് നീ ഒന്ന് റീതിങ്ക് ചെയ്യുന്ന പറയും. ഇല്ലമ്മ, എനിക്ക് ഇനി സാധിക്കില്ല എന്ന് പറയും. അങ്ങനെയല്ലേ, ഞാൻ വേണമെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സിനെ വേറൊരു ഫംഗ്ഷൻ അറേഞ്ച് ചെയ്യാം. നീ എന്തായാലും ലിയാങ്ങിന്റെ പാരന്റ്സിന്റെ കൂടെ പോയിട്ട് വേണമെങ്കിൽ മാരേജ് ചെയ്തു, എനിക്കൊരു പ്രോബ്ലം ഇല്ലാന്ന് പറയും. അങ്ങനെ എന്തെങ്കിലും അറേഞ്ച്മെന്റ്സ് അമ്മയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായാല് ഞാൻ ഒരിക്കലും ഇവിടെ നിൽക്കില്ല, എനിക്ക് മാരേജും വേണ്ടാന്നും പറഞ്ഞ് ഹുവാന നേരെ സിയുടെ വീട്ടിലേക്ക് ചെല്ലും. ആ ടൈമിന് സിയും ഇവൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഭക്ഷണങ്ങളൊക്കെ കൊണ്ടുവന്ന് കൊടുക്കും. എന്തായാലും ഈ ഒരു റിലേഷൻഷിപ്പ് ഈ ഒരു ദൂരം വരെയേ പോകുള്ളൂ എന്ന് എനിക്ക് നേരത്തെ മനസ്സിലായതാണടി. എന്തായാലും നീ അതങ്ങോട്ട് വിട്ട് കളയെന്ന് പറയും. ഇപ്പോഴാണ് സി നീ പറഞ്ഞത് എനിക്ക് മനസ്സിലായത്. നമ്മുടെ സ്റ്റാറ്റസിനേലും അപ്പുറത്തേക്ക് നമ്മൾ ആലോചിക്കാൻ പോലും പാടില്ല. എന്റെ അമ്മയ്ക്കാണെങ്കിലോ മുഴുവനായിട്ട് എന്നെ വിശ്വാസമാണ്. നമ്മുടെ കുടുംബം അടുത്ത ഘട്ടത്തിലേക്ക് എന്നെ കൊണ്ട് മാത്രമേ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ എന്ന് ചിന്തിക്കുന്നുണ്ട്. എന്റെ അച്ഛനെ പോലും അത്രയൊന്നും വിശ്വസിക്കുന്നില്ല. ഇപ്പൊ എല്ലാ ഭാരവും നിന്റെ തലയിലാണെന്നും പറഞ്ഞിട്ട് ഹുവാന ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടിരിക്കും. ആ ടൈമിന് ലിയാങ് ആണെങ്കിലോ ഒരുപാട് മെസ്സേജസ് ഒക്കെ അഴക്കുന്നുണ്ട്. എന്താ മോളെ, നീ വീട്ടിലെത്തിയോ? വീട്ടിലെത്തിയ ഉടനെ തന്നെ എന്നെ വിളിക്കണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് മെസ്സേജ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇത് കാണുന്ന ചെയ്യും, എടി ഇവന് സോറി പറയാനല്ലാണ്ട് വേറൊന്നും അറിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നീ അവന്റെ മെസ്സേജിനൊന്നും റിപ്ലൈ അടക്കണ്ടെന്ന് പറയും. അവൻ എന്തൊക്കെയാണ് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവന്റെ ഫാമിലി എന്റെ ഫാമിലിനെ പിടിച്ചിരുത്തി അപമാനിച്ചുകൊണ്ടിരിക്കുന്നു. ഇവനാണെങ്കിലും ഒരു വശത്ത് കൂടി സോറി പറയുന്നു. ഇതെല്ലാം കൂടി എങ്ങനെ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റും? എനിക്ക് ഇവനെ ഒന്നും മനസ്സിലാവുന്നില്ല എന്നും പറഞ്ഞ് ഭയങ്കര ഫീൽ ചെയ്തിരിക്കും. അപ്പൊ തന്നെ ചെയ്യും, എന്തായാലും പാടി നമുക്ക് രണ്ടുപേർക്കും കൂടി ബാറിലേക്ക് പോവാന്നും പറഞ്ഞ് രണ്ടുപേരും കൂടി നേരെ ബാറിലേക്ക് ചെല്ലും. നമ്മുടെ മനസ്സിലുള്ള ഭാരം ഇപ്പതേ ഇവിടെ വെച്ച് കുടിച്ചു തീർക്കുവാണെന്നും പറഞ്ഞിട്ട് സിയും ഹുവാനയും കൂടി നല്ല രീതിക്ക് കുടിക്കാനായിട്ട് തുടങ്ങും. ആ ടൈമിനാണ് ഷാവും ഹുവാനേനെ പിക്കപ്പ് ചെയ്യാനായിട്ട് വരുന്നത്. അവിടെ അപ്പോ സിയുടെ കൂടെ ഹുവാനേനെ കാണുന്നില്ല. അല്ല ചേച്ചി എന്തേ? ഞാൻ ചേച്ചിനെ കൂട്ടിക്കൊണ്ടു പോവാനായിട്ടാണ് വന്നേന്ന് പറയും. നീ പേടിക്കണ്ട, നിന്റെ ചേച്ചി ഇവിടെ തന്നെയുണ്ട്, ഒന്ന് റെസ്റ്റ് റൂം വരെ പോയേക്കുവാണ്. അവളെ ഓവറായിട്ട് കുടിച്ചിട്ടുണ്ട്, സങ്കടങ്ങളെല്ലാം പുറത്ത് വന്നത് കൊണ്ടാണ് ഇത്തിരി ഓവറായത്. എന്തായാലും നീ അതൊന്നും മൈൻഡ് ചെയ്യണ്ടെന്ന് പറയും. ആ ടൈമിന് ഷാവിന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരും. എന്താടാ, നിനക്ക് ജോബ് വല്ലതും ആയോ? എന്തായാലും ഇവിടെ ജോബ് കിട്ടാൻ കുറച്ച് കഷ്ടമാണ്, എന്തായാലും നീ ഫീൽ ചെയ്യണ്ടെന്ന് പറയും. എനിക്ക് ഫീലിംഗ് ഒന്നുമില്ല, ഞാൻ ദേ ഒരു വലിയ കമ്പനിയില് ഇന്റർവ്യൂവിന് പോയിട്ടുണ്ടായിരുന്നു, അവിടെ എന്നെ സെലക്ട് ചെയ്തു എന്നും പറഞ്ഞ് ഇപ്പതേ മെസ്സേജ് വന്നു. എന്തായാലും ജോലി കിട്ടി, പക്ഷെ ഇതൊരു സാധാരണ ഇന്റേൺഷിപ്പ് ആണെന്ന് പറയും. എന്തിനാണ് ഇത് സാധാരണ ഇന്റേൺഷിപ്പ് ആയിട്ട് നീ എടുക്കുന്നത്? ഇവിടെയൊക്കെ ജോലി കിട്ടുക എന്ന് പറയുന്നത് ഇതിൽ ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ? അപ്പോ ഇന്റേൺഷിപ്പിനായാലും അതിലേക്ക് കയറി ഈ ജോബിനെ പറ്റി കൂടുതലായിട്ട് പഠിക്കാമല്ലോ, അപ്പൊ നീ എൻജോയ് ചെയ്യണോന്ന് പറയും. സി, എന്തായാലും എനിക്കിപ്പോ സന്തോഷമായി, ഞാൻ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുമെന്നും പറഞ്ഞ് ഷാവും ഒരുപാട് ഹാപ്പി ആയിട്ടിരിക്കും. ആ ടൈമിന് ഹുവാന കുടിച്ചു ബോധമില്ലാണ്ട് നേരെ സ്റ്റേജിലേക്ക് കയറും. പാട്ട് പാടാൻ നിൽക്കുന്ന ആ ഒരു സിംഗറിന്റെ കൈ പിടിച്ചിട്ട്, നിങ്ങളുടെ മാരേജ് ആയോ? ആരുടെയെങ്കിലും മാരേജ് നിന്ന് പോയിട്ടുണ്ടോ? ഇന്നതേ എന്റെ മാരേജ് നിന്ന് പോയി, നിങ്ങളുടെയൊക്കെ അമ്മായിയമ്മ എങ്ങനെയാണ്, പാവമാണോ എന്നൊക്കെ ചോദിച്ച് പുള്ളിക്കാരി ബോധമില്ലാണ്ട് പുലമ്പാനായിട്ട് തുടങ്ങും. അപ്പൊ തന്നെ ഷാവു ഇത് കണ്ട് ഹുവാനെ അവിടെ നിന്ന് പിടിച്ചെടുക്കും. ആടെ ഷാവു, നീ വന്നു, എനിക്ക് നിന്റെ അടുത്ത് ഒരു കാര്യം പറയാനുണ്ട്. നമ്മളെ രണ്ടുപേരെയും നമ്മുടെ പേരൻസ് ഒരുപാട് കഷ്ടപ്പെട്ടാണ് വളർത്തിയിട്ടുള്ളത്. അമ്മ കുറച്ചൊക്കെ നമ്മളെ ടോർച്ചർ ചെയ്യുന്നുണ്ട്, എന്നാലും നമ്മൾ നല്ല വഴിക്ക് നടക്കാൻ വേണ്ടിയിട്ടല്ലേ അവര് നമ്മളെ പുറകെ നടക്കുന്നത്, അത് നീ മനസ്സിലാക്കണോന്നും പറഞ്ഞിട്ട് വീണ്ടും അവിടെ ഇരുന്ന് പുലമ്പിക്കൊണ്ടിരിക്കും. അയ്യോ, ഇനി ഇവിടെ നിർത്തിയിട്ട് കാര്യമില്ല,
കാര്യമില്ല, നമ്മളെയും കൂടി നാണം കെടുത്തും. അതിനേലും നല്ലത് നമുക്ക് രണ്ടുപേർക്കും കൂടി ഇവളെയും കൂടി പുറത്തേക്ക് പോകുന്നതാന്നും പറഞ്ഞിട്ട് ജിയും ഷായും കൂടി ഹുവാനെ പിടിച്ചു വലിച്ച് പുറത്തേക്ക് പോകും. അതേ ടൈം വീട്ടിലാണെങ്കിലോ അമ്മ ഭയങ്കര സങ്കടത്തിലാണ് ഇരിക്കുന്നത്. അപ്പൊ തന്നെ അച്ഛനും, എന്തായാലും നീ സങ്കടപ്പെടണ്ട, അവളെ ജിയുടെ കൂടെയാണ് പുറത്തേക്ക് പോയത്, അതുകൊണ്ട് തന്നെ വേഗം അവള് ഇങ്ങോട്ടേക്ക് എത്തുമെന്ന് പറയും. അവളുണ്ടല്ലോ പോയപ്പോ എന്റെ അടുത്ത് ഒരുപാട് ഒച്ച വെച്ചു. എന്തിനാണ് അവൾ എന്റെ അടുത്ത് ഇങ്ങനെയൊക്കെ ചെയ്തത്? ഞാൻ ഒരുപാട് അവരെ ടോർച്ചർ ചെയ്യുന്നുണ്ട്, അതെനിക്കറിയാം. എന്നാലും അതൊക്കെ അവരുടെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ? എന്തുകൊണ്ട് അവൾ എന്നെ മനസ്സിലാക്കിയില്ല? എന്തായാലും ഞാൻ ഇനി അവളുടെ അടുത്ത് മിണ്ടില്ല എന്നും പറഞ്ഞ് ഭയങ്കരമായിട്ട് കരഞ്ഞോണ്ടിരിക്കും. അങ്ങനെ നെക്സ്റ്റ് ഡേയും ആകും. രാവിലെ തന്നെ അമ്മ പുറത്തേക്ക് ഇറങ്ങുമ്പോ ഓപ്പോസിറ്റ് നമ്മുടെ ഹുവാന നിൽക്കുന്നുണ്ട്. അന്നാരം മടിച്ച് എപ്പോ നീ വന്നു എന്ന് ഇങ്ങനെ ചോദിക്കും. നൈറ്റ് തന്നെ വന്നു അമ്മ, ഇന്നലെ ഞാൻ സിയുടെ വീട്ടില് സ്റ്റേ ചെയ്തില്ല എന്ന് പറയും. ആണോ, മോക്ക് തലവേദന വല്ലതും എടുക്കുന്നുണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പൊ തന്നെ ഹുവാന വന്ന് അമ്മേനെ കെട്ടിപ്പിടിക്കും. സോറി അമ്മ, എന്റെ അടുത്ത് ക്ഷമിക്ക്, ഇന്നലെ ആവശ്യമില്ലാണ്ടാണ് അമ്മയുടെ അടുത്ത് ഞാൻ ഒച്ച വെച്ചത്, എന്നോട് പൊറുക്കില്ലേ എന്ന് ഇങ്ങനെ ചോദിക്കും. അതൊന്നും കുഴപ്പമില്ലടാ, നിന്റെ മാനസികാവസ്ഥയും എനിക്ക് മനസ്സിലാവില്ലേ. എന്തായാലും വാ, നിനക്കും അച്ഛനും ഒരുപാട് ഫുഡൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് ഒരുപാട് ഫുഡൊക്കെ വിളമ്പി കൊടുക്കും. എന്തായാലും എനിക്കറിയാം നിന്നെ ഞാൻ ഫോഴ്സ് ചെയ്യുവാണെന്ന്, എന്റെ സ്ഥാനത്ത് നീ വന്നിരുന്നാലും നീയും ഇങ്ങനെ തന്നെ ചിന്തിക്കുള്ളൂ എന്നും പറഞ്ഞിട്ട് അമ്മയും ഒന്ന് ഹാൻഡിൽ ചെയ്ത് നിർത്തും. അതൊന്നും കുഴപ്പമില്ല അമ്മ, അമ്മ എന്നെ ഫോഴ്സ് ചെയ്യുന്നത് എന്റെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ. എന്തായാലും അതൊക്കെ പോട്ടെ, ഞാൻ കുറച്ചു വർഷം കൂടി അമ്മയുടെ കൂടെ നല്ല കുട്ടിയായിട്ട് ഇരുന്നോളാം, അത്രയും പോരെ എന്ന് ഇങ്ങനെ ചോദിക്കും. ഇല്ല, അതൊന്നും പോരാ, എത്രയും പെട്ടെന്ന് നീ മാരേജ് ചെയ്യണോന്ന് തന്നെ അമ്മ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. അതൊക്കെ പോട്ടെ അമ്മ, രാവിലെ തന്നെ എഴുന്നേറ്റ് എന്റെ അമ്മക്ക് വേണ്ടിയിട്ട് മാത്രം ഞാനൊരു കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്, അമ്മ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ എന്നും പറഞ്ഞ് ആ കേക്ക് എടുത്ത് അമ്മയുടെ ഫ്രണ്ടിലേക്ക് വെച്ച് അമ്മക്കൊരു ഉമ്മയും കൊടുത്ത് പുള്ളിക്കാരി അകത്തേക്ക് പോകും. അമ്മയാണെങ്കിലും ഇത് കണ്ട് ഭയങ്കര ഹാപ്പി ആകും. എന്റെ മോള് എനിക്ക് വേണ്ടി മാത്രമായിട്ട് ഉണ്ടാക്കിയ കേക്കാണെന്നും പറഞ്ഞ് ആ കേക്ക് എടുത്ത് അച്ഛനൊക്കെ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കും. എന്തായാലും നിങ്ങളൊരു പണി ചെയ്യും, വനയുടെ മാരേജ് ഇങ്ങനെ അടുത്ത് വന്നോണ്ടിരിക്കല്ലേ, അപ്പോ അതിനായിട്ട് ഒരുപാട് ചിലവും വരും, നമ്മുടെ കയ്യില് ക്യാഷ് കുറവല്ലേ. നിങ്ങളുടെ അച്ഛൻ രണ്ടാമത് മാരേജ് ചെയ്തിരിക്കുന്ന നിങ്ങളുടെ ഇളയമില്ലേ, ഇളയമ്മയുടെ അടുത്ത് ചെന്ന് നമുക്ക് കുറച്ച് ക്യാഷ് കടം ചോദിക്കാം, മാരേജ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ കയ്യിൽ ഉണ്ടാകുമ്പോ അത് തിരിച്ചു കൊടുക്കാം. നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ഇളയമ്മയുടെ അടുത്തൊന്ന് ചെന്ന് സംസാരിക്കുന്ന പറയും. ഇല്ല, ഈ കാര്യത്തിന് എന്നെ കിട്ടില്ല എന്നും പറഞ്ഞ് അപ്പൊ തന്നെ അച്ഛൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും. എന്തായാലും നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ഈ കാര്യം ഞാൻ നോക്കിക്കോളാന്നും പറഞ്ഞിട്ട് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങി ആ ഒരു നഴ്സിംഗ് ഹോമിലേക്ക് ചെല്ലും. അവിടെ ചെല്ലുമ്പോ ആ ഗ്രാൻഡ്മേനെ കാണുന്നില്ല. ഗ്രാൻഡ്മയുടെ റൂമിൽ ക്ലീൻ ചെയ്യാനായിട്ട് ഒരു പെൺകുട്ടി നിൽക്കുന്നുണ്ട്. അവരുടെ അടുത്ത് ഗ്രാൻഡ്മ എങ്ങോട്ട് പോയി എന്ന് ഇങ്ങനെ ചോദിക്കും. അടുത്ത് തന്നെ ഷിംഗ്ലി എന്ന് പേരുള്ള ഒരു ഹോട്ടലുണ്ട്, അവരാണ് ആ ഹോട്ടൽ നോക്കുന്നത്, ചിലപ്പോ അങ്ങോട്ടേക്കായിരിക്കും പോയിരിക്കുന്നേന്ന് പറയും. ആണോ, അവിടെയുണ്ടോ, എന്നാ ഞാൻ പോയിക്കോളാന്നും പറഞ്ഞിട്ട് പുള്ളിക്കാരി അവിടെ നിന്ന് ഇറങ്ങും. അതേ ടൈം മിങ്ങും ഗ്രാൻഡ്മയും കൂടി ആ ഷിംഗ്ലി എന്ന് പറഞ്ഞ ഹോട്ടലിലിരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ മിങ്, ഗ്രാൻഡ്മ ഇവിടെയുള്ള പ്ലേറ്റ്സ് എല്ലാം ഓൾഡ് ആയി തുടങ്ങി, ഇതൊക്കെ ഒന്ന് മാറ്റിക്കൂടെ എന്ന് ഇങ്ങനെ ചോദിക്കും. വേണ്ട മോനെ, ഞാനേ ഒരു പഴമ കൊണ്ടുവരാനായിട്ടാണ് ഞാൻ ഈ പ്ലേറ്റ്സ് ഒക്കെ ഇപ്പോഴും യൂസ് ചെയ്യുന്നത്, ഇതൊരു ഗാർഡൻ ഹോട്ടലല്ലേ, എന്നാലല്ലേ ഇവിടെയുള്ള ഭംഗിയും കൂടുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഇതൊന്നും ചേഞ്ച് ചെയ്യാത്തേന്ന് പറയും. ഗ്രാൻഡ്മ എന്തായാലും ഇവിടെ ഒരുപാട് ചേഞ്ചസ് ഒക്കെ കൊണ്ടുവരണം, ഫർണിച്ചേഴ്സും ചേഞ്ച് ചെയ്യണം, അതേപോലെ ഇവിടെയുള്ള അറേഞ്ച്മെന്റ്സും ഒന്ന് ചേഞ്ച് ചെയ്യണം, അതുകൊണ്ട് ഇതൊക്കെ ചെയ്യാനായിട്ട് ഒരാളെ ഏൽപ്പിച്ചൂടെ എന്ന് ഇങ്ങനെ ചോദിക്കും. ആരെയാണ് മോനെ ഞാനിത് ഏൽപ്പിക്കേണ്ടതെന്ന് ഗ്രാൻഡ്മയും അപ്പൊ തന്നെ ചോദിക്കും. മിങ്ങാണെങ്കിലും ഒരുമാതിരി ഗ്രാൻഡ്മിനെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കും. എന്തായാലും ഇതോടുകൂടി തന്നെ ഇന്നത്തെ എപ്പിസോഡും കൂടി ഇവിടെ അവസാനിക്കാണ്. നെക്സ്റ്റ് എപ്പിസോഡുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ പുതിയ കൂട്ടുകാരെങ്കിലും നമ്മുടെ ഈ ചാനൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. കൂടെ തന്നെ വീഡിയോക്ക് ഒരു ലൈക്കും വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റിലൂടെയും അറിയിച്ച് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡുമായിട്ട് വരുന്നവരേക്കും ടാറ്റ ബൈ ബൈ, സീ യു.